ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഓക്കെ, CAUCHY കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റ് ഇഫ് നേരത്തെ ഉള്ള പോലെയാണ്. ഇഫ് എഫ് ഓഫ് ഇസഡ് ഈസ് അനാലിറ്റിക് at all points inside and on a simple closed curve C, simple closed curve C, and a point A lies inside C, and a point A lies inside C, then integral over C f of z divided by z minus a dz equal to 2 pi I into f of a. Okay, so ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്തായിരിക്കണം? ആ സർക്കിളുടെ ഇൻസൈഡും ഓൺ ദ സർക്കിളിലും കംപ്ലീറ്റ് ആയിട്ട് അനാലിറ്റിക് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് ഇസഡിൻ്റെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കിളിൻ്റെ പുറത്തായിരിക്കണം. അപ്പോൾ എഫ് ഓഫ് ഇസഡ് കംപ്ലീറ്റ് ആയിട്ട് സർക്കിളിൻ്റെ അകത്തും ഓൺ ദ സർക്കിളിലും അനാലിറ്റിക് ആണ്. ഒരു പോയിന്റ് എ സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കണം. ആ പോയിന്റ് എ സർക്കിളിൻ്റെ ഇൻസൈഡ്, അതിൻ്റെ ഫാം നോക്കി ഇസഡ് മൈനസ് എ. ഈ പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡിഫൈൻഡ് ആകുന്നില്ല. ആ പോയിന്റ് ഇവിടെ ഇരിക്കുന്ന സർക്കിളിന്റെ ഇൻസൈഡ് ആണ്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഇവിടെ ഇസഡിന്റെ പ്ലേസിൽ ഇടുമ്പോൾ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് ആണ്. പക്ഷെ ആ പോയിന്റ് ഇവിടെ ഇരിക്കുന്നത് സർക്കിളിന്റെ ഇൻസൈഡ് കൂടെയാണ്, ഇൻസൈഡ് സി ആണ്. ഓക്കെ, അങ്ങനെ ഇൻസൈഡ് ഇതിന് മുമ്പ് നോക്കിയത് എല്ലാ പോയിന്റും സർക്കിളിന്റെ ഔട്ട് സൈഡ് ആണെങ്കിൽ അതിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പോയിന്റ് എ സർക്കിളിന്റെ ഇൻസൈഡ് ആണ്, പക്ഷെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് ആണ്. അങ്ങനെ ഇസഡ് മൈനസ് എ ഇൻസൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? സോ അതിന്റെ വാല്യൂ ഇന്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ന്റെ വാല്യൂ 2 pi I ഇൻറ്റു ഈ എഫ് ഓഫ് ഇസഡിൽ എവിടെയൊക്കെ ഇസഡ് വരുന്നോ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഫ് ഓഫ് ഇസഡ് അനാലിറ്റിക് ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കോഷീസ് തിയറം പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിന്റെ വാല്യൂ 0 ആണ്. സപ്പോസ് നമ്മൾ ഒരു പോയിന്റ് സർക്കിൾ, ഈ പോയിന്റ് ഇസഡ് ഈക്വൽ ടു എ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് ആണ്. പക്ഷെ ആ പോയിന്റ് ഇവിടെ ഇരിക്കുന്നത് സർക്കിളിന്റെ ഇൻസൈഡ് കൂടെയാണ്. ഇൻസൈഡ് വന്നാൽ എന്തായിരിക്കും? സർക്കിളിന്റെ ഇൻസൈഡിൽ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് വരികയാണെങ്കിൽ ആ ഇന്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡിന്റെ വാല്യൂ 2 pi I ഇൻറ്റു ഈ എഫ് ഓഫ് എ ആണ്. വളരെ ക്ലിയർ ആണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതിനു മുമ്പ് എല്ലാ പോയിന്റും സർക്കിളിന്റെ ഔട്ട് സൈഡ് ആയിരുന്നു. ഇവിടെ നമുക്ക് സപ്പോസ് ഒരു പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണെങ്കിൽ, ഒരു പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണെങ്കിൽ അത് 2 pi A ഇൻറ്റു എഫ് ഓഫ് എ ആയിരിക്കും. ഇത് ഒരു ഫാക്ടർ മാത്രമേ, ഇന്ന് ഇസഡ് മൈനസ് എ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ മാത്രമേ ഈ ഇന്റഗ്രൽ ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത് ചില പ്രോബ്ലംസ് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഓക്കെ, പ്രോബ്ലത്തിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്ലിയർ ആയിട്ട് വായിക്കി. ഈ എഫ് ഓഫ് ഇസഡിന്റെ ബിഹേവിയർ എന്താണ്? എഫ് ഓഫ് ഇസഡ് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് സർക്കിളിന്റെ അകത്തും സർക്കിളിന്റെ ഇൻസൈഡും സർക്കിളിന്റെ ഓൺ ദ സർക്കിളും സർക്കിളിന്റെ ഇൻസൈഡും അത് അനാലിറ്റിക് ആണ്. പക്ഷെ എ എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കുന്നത്, അത് അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് ആണ്. ഇവിടെ ഇത് എ ഇടുമ്പോൾ എ മൈനസ് എ ഈക്വൽ 0 ആണ്. സോ അങ്ങനെ ആകുമ്പോൾ അതിന്റെ വാല്യൂ 2 pi I ഇൻറ്റു ഈ എനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്, സപ്പോസ് മൈനസ് എ സർക്കിളിന്റെ ഞാൻ പ്രാബല്യത്തിൽ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എ വരുന്നു. സപ്പോസ് ഇവിടെ നമുക്ക് പ്ലസ് എ വരികയാണെങ്കിൽ ഇസഡ് പ്ലസ് എ വന്ന് ഇവിടെ നമുക്ക് ഇസഡ് പ്ലസ് എ ആകുമ്പോൾ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് എന്താണ്? മൈനസ് എ ആണ്. സോ ഇവിടെ മൈനസ് എ ലൈസ് ഇൻസൈഡ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 2 pi I ഇൻറ്റു ഇവിടെ ഇസഡ് പ്ലസ് എ വരികയാണെങ്കിൽ മൈനസ് എ ആയിരിക്കും. ഇവിടെ എക്ക് പറയുന്നത് എന്താവും? മൈനസ് എ ആയിരിക്കും. പ്രോബ്ലം വരുമ്പോൾ നോക്കാം. ഇത് ഇസഡ് മൈനസ് എ ആകുമ്പോൾ എഫ് ഓഫ് എ, ഇസഡ് പ്ലസ് എ ആണെങ്കിൽ എന്തായിരിക്കും? എഫ് ഓഫ് മൈനസ് എ. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? മൈനസ് എ ആയിരിക്കും. പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം ഫസ്റ്റ് പ്രോബ്ലം. എക്സാമ്പിൾ 1. Evaluate integral over C f of z divided by z square minus
6z plus 8 dz, where C is a circle modulus of z plus okay, z minus 2 equal to 2 modulus of z minus 2 equal to 2. ഓക്കെ, അപ്പം ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന പ്രോബ്ലം എക്സാമ്പിൾ ഈ എഫ് ഓഫ് ഇസഡ് ഇട്ടിരിക്കുന്നത്. ആ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് ഇടാം. അതെല്ലാം വിട്ടുപോയി. ഞാൻ എന്തിരുന്ന് ഒരു e⁻3z എന്നിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് c e⁻3z ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 6z പ്ലസ് 8 dz, where c is a circle. എന്താണ്? where c is a circle modulus of z minus 2 equal to 2. Okay, so നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. ഇതിനു മുമ്പ് ഈ ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് എടുത്ത് ഇപ്പൊ ഈ ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. അവിടെ അതിന്റെ സൊല്യൂഷൻ e⁻3z by z സ്ക്വയർ മൈനസ് 6z പ്ലസ് 8. ഓക്കെ, സോ നമുക്ക് ഞാൻ ഇന്നലെ ജസ്റ്റ് മുമ്പ് നോക്കിയ പ്രോബ്ലം പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ സപ്പോസ് ഒരു പോളിനോമിയൽ വരികയാണെങ്കിൽ അതിനെ റൂട്ട് കണ്ട് ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? നേരത്തെ ജസ്റ്റ് മുമ്പ് നോക്കിയാണ്. ഇവിടെ നമുക്ക് കിട്ടുമെന്ന് നോക്കടാ. മൾട്ടിപ്ലൈ ബൈ 8ഉം ആഡ് ചെയ്യുമ്പോൾ -6ഉം ഏത് നമ്പറാണ് നമുക്ക്? -2ഉം -4ഉം. -2നെയും -4നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടും. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? equal to e⁻3z by z minus 2 into z minus 4. ഓക്കെ, ഇതിന് ഈ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റൂട്ട് നിനക്ക് എന്ത് കിട്ടും? 2ഉം 4ഉം കിട്ടും. വേണമെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്കും. സോൾവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന വാല്യൂ 2ഉം 4ഉമാണ്. സോ z minus 2 into z minus 4 എന്നായി. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ഏതാണ്? ഇതിനു മുമ്പ് നമുക്ക് എഫ് ഓഫ് ഇസഡ് ആയിട്ട് കോഷി സീറത്തിൽ ഫുൾ ടേം എടുത്ത് ഇപ്പം തന്നിരിക്കുന്ന ടേമിന് എടുക്കുക, തന്നിരിക്കുന്ന ഈ ഇൻ്റഗ്രേൻഡിനെ എടുക്കുക. സോ അതിനെ ഫാക്ടറൈസ് ചെയ്ത് ഇപ്പോൾ എന്തുകൊണ്ട് ഇതിനുവേണ്ടി ഫാക്ടറൈസ് ചെയ്യുന്ന അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് നമുക്ക് നോക്കാൻ വേണ്ടിയാണ്. സോ ഇതിൻ്റെ റൂട്ട്സ് 2ഉം 4ഉമാണ്. അപ്പോൾ നമുക്ക് ഇതെന്താവും? z minus 2 z minus 4 ആയി. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണ്. പിന്നെ ഇവിടെ എവിടെയൊക്കെ അനാലിറ്റിക് ഫെയിലിയർ ആവുന്നു? ഇവിടെ ഈ ഇസഡിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ഡിനോമിനേറ്റർ 0 ആവും. പിന്നെ ഇസഡിൻ്റെ പ്ലേസിൽ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് നമുക്ക് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് 2ഉം 4ഉമാണ്. ഓക്കെ, ഈ ക്വസ്റ്റനിൽ അതുപോലെ ഞാൻ ഒരു ചെറിയൊരു ചേഞ്ച് ചെയ്യുക. മോഡുലസ് z minus 2 equal to 1 എന്നിരിക്കട്ടെ. നമ്മുടെ സർക്കിൾ ഒന്ന് ജസ്റ്റ് റീറൈറ്റ് ചെയ്യുക. മോഡുലസ് z minus 2 equal to 1. ഓക്കെ, അപ്പോൾ എന്താണ്? ഈസ് അനാലിറ്റിക് at all points except at z equal to 2, 4. 2ലും 4ലും അത് അനാലിറ്റിക് അല്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ ജസ്റ്റ് നോക്കിയതുപോലെ ഈ 2ഉം 4ൽ സർക്കിളിൻ്റെ 2ഉം 4ഉം സർക്കിളിൻ്റെ ഇൻസൈഡ് ആണോ സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നത്? സോ അതിൻ്റെ ഒരു ബോക്സിൽ തന്നിരിക്കുന്ന പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ 1 എന്താണ്? ഗിവൺ മോഡുലസ് ഓഫ് z minus 2 equal to 2. ഇത് നമ്മുടെ സർക്കിളാണ്. ഗിവൺ മോഡുലസ് ഓഫ് z minus 2 equal to 2. ഫസ്റ്റ് പോയിന്റ് ഇടുന്നത് z equal to 2 ഇടുമ്പോൾ നമുക്ക് ഇടുന്ന വാല്യൂ എന്താണ്? മോഡുലസ് ഓഫ് z പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 minus 2ന്റെ വാല്യൂ 0. 0ന്റെ മോഡുലസ് 0 ആണ്. 0 ലെസ് ദാൻ 2 ആകുമ്പോൾ എന്ത് കൺക്ലൂഷൻ ആയി? therefore 2 lies inside. അപ്പോൾ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് ഈ 2 സർക്കിളിന്റെ ഇൻസൈഡ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അടുത്ത പോയിന്റ് ചെക്ക് ചെയ്യുന്ന നമ്പർ 2 z equal to 4. സോ ഇസഡിന് പകരം നമുക്ക് 4 ആ സർക്കിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സർക്കിൾ മോഡുലസ് z minus 2 equal to 2 അല്ല 1 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ കറക്റ്റ് എഴുതുക. e⁻3z z square minus 6 dz, where c is a circle modulus of z minus 2 equal to c is a circle modulus of z minus 2 equal to 1. So ഇവിടെ എന്തായിരിക്കും? ഇവിടെ ലെസ് ദാൻ 1, 0 ലെസ് ദാൻ 1. ഓക്കെ,
therefore 2 lies inside. Modulus z minus 2 equal to 1 ആണ്. Z equal to 2 ഇടുമ്പോൾ 2 minus 2 0, less than 1, 2 lies inside. Okay. The second point z equal to 4. Z equal to 4 ഇടുമ്പോൾ then the modulus of 4 minus 2. 4 minus 2. So അതിൻ്റെ value modulus of 2 ആണ്. Modulus of 2 യുടെ value 2 ആണ്. അതിന് അറിയുന്ന കാര്യമാണ്. Equal to 2, that is greater than 1. അപ്പോൾ ഏത് പോയിന്റ് സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആണ്? Therefore 4 lies outside. നമുക്ക് എന്ത് ചെയ്ത് തന്നിരിക്കുന്ന ഗിവൺ പ്രോബ്ലത്തിൽ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന പോയിന്റിനെടുത്ത് അതൊരു പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് കണ്ടപ്പോൾ 2ഉം 4ഉമാണ് നമുക്ക് ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ്. സോ അത് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്. സോ അപ്പോൾ 2ഉം 4ഉം അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്ത് തന്നിരിക്കുന്ന ഗിവൺ സർക്കിളിനകത്ത് 2ഉം 4ഉം ഇൻസൈഡ് ആണ് ഔട്ട്സൈഡ് ആണ് ചെക്ക് ചെയ്ത് 2 ലൈസ് ഇൻസൈഡ് ആണ്. കാര്യം ഈ വാല്യൂ ഇടുമ്പോൾ നമുക്ക് 0 കിട്ടുന്നത് 0 ലെസ് ദാൻ 1 ആണ്. നമ്മുടെ റേഡിയസിൻ്റെ ലെസ് ദാൻ 1 വരുമ്പോൾ നമുക്ക് എന്താവും? സർക്കിളിൻ്റെ ഇൻസൈഡ് ആണ്. 4 ലൈസ് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണ്. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നു. വളരെ വളരെ ക്ലിയർ ആയിട്ട് നോക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ എഫ് ഓഫ് ഇസഡ് എന്ന ഒരു പോയിന്റ് ഇതിൽ നിന്നും എഫ് ഓഫ് ഇസഡ് ചൂസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ഇസഡിനകത്ത് അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡ് ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടെ നിന്ന് എഫ് ഓഫ് ഇസഡ് ചൂസ് ചെയ്യണം. നീ എഫ് ഓഫ് ഇസഡ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ നീ ചൂസ് ചെയ്യുന്ന എഫ് ഓഫ് ഇസഡിൽ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡിൽ ഇരിക്കാൻ പാടില്ല. e⁻³ ഫുൾ അനാലിറ്റിക് ആണ്. z-2 എടുക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? 2 അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്, പക്ഷേ സർക്കിളിൻ്റെ ഇൻസൈഡ് ആണ്. പക്ഷേ z-4 എടുക്കാം. 4 അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്, പക്ഷേ 4 സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ നീ ചൂസ് ചെയ്യുന്ന എഫ് ഓഫ് ഇസഡ് എങ്ങനെ ഇരിക്കണം? സർക്കിളിൻ്റെ ഇൻസൈഡ് വരാത്ത പോയിന്റ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡ് ഇവിടെ എന്ത് ചൂസ് ചെയ്യാം? e⁻³ z-4. ഓക്കെ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അനാലിറ്റിക് ഫെയിലിയറിന് 4 ആണ്, പക്ഷെ അത് എവിടെ ഇല്ല? സർക്കിളിൻ്റെ ഇൻസൈഡ് അല്ല, ഔട്ട്സൈഡ് ആയിരിക്കുന്നു. ഇൻസൈഡുള്ള പോയിന്റ് നീ ചൂസ് ചെയ്യുന്ന എഫ് ഓഫ് ഇസഡ് വരാൻ പാടില്ല. കാര്യം നമ്മുടെ റിസൾട്ട് പറയുന്നത് എഫ് ഓഫ് ഇസഡ് സർക്കിളിൻ്റെ ഇൻസൈഡിലും ഓൺ ദ സർക്കിളിലും എന്തായിരിക്കണം? അനാലിറ്റിക് ആയിരിക്കണം. അപ്പോൾ നമ്മൾ z-4 എടുക്കുകയാണെങ്കിൽ 4 അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്, അത് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണ്. പക്ഷെ 2 എടുക്കാൻ പറ്റില്ല. 2 എടുക്കുകയാണെങ്കിൽ എന്താണ്? അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്, സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഫ് വളരെ ക്ലിയർ ആണ്. നമ്മുടെ എഫ് ഓഫ് ഇസഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ദെർഫോർ ഒന്ന് നമുക്ക് ഫോർമുല ഒന്ന് നോക്ക്. 2πa × f of a ആണ്. ഓക്കെ, അത് ക്ലിയർ ആണ്. നോക്കുക, ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ടേക്ക്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ടേക്ക് f of z is equal to e⁻³ divided by z-4. ഓക്കെ, ഇപ്പൊ നമുക്ക് എഫ് ഓഫ് ഇസഡ് ചൂസ് ചെയ്ത് ആ പോയിന്റിൽ അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ഉണ്ട്, പക്ഷെ അത് സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, സോ ക്ലിയർലി എഫ് ഓഫ് ഇസഡ് ഈസ് അനാലിറ്റിക് അറ്റ് all points inside and on the circle modulus of z-2 equal to 1. ഇങ്ങനെയാണ് നമ്മൾ എഫ് ഓഫ് ഇസഡ് ചൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ പോവാം. സോ നൗ ഇന്റഗ്രൽ ഓവർ c e⁻³ by നമ്മുടെ പ്രോബ്ലം z² minus 6z plus 8 dz equal to integral over c e⁻³ divided by എന്താ എങ്ങനെയാണ്? z-2 into z-4 ആണ്. ഇപ്പൊ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്ത്? e⁻³ by z-4 ഓൾറെഡി എഫ് ഓഫ് ഇസഡ് എന്ന് എടുത്തിരിക്കുന്നു, ഇൻറ്റു dz. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ c എഫ് ഓഫ് ഇസഡ് എത്രയും e⁻³ into z-4 നമ്മുടെ എഫ് ഓഫ് ഇസഡ് ആണ്, ഡിവൈഡഡ് ബൈ z-2 dz. അപ്പോൾ എത്ര ഏതാണ്? e⁻³ into z-4 നമ്മുടെ എഫ് ഓഫ് ഇസഡ് ആണ്. സോ എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ z-2 dz എന്നായി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നോക്ക്.
കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം എഫ് ഓഫ് ഇസഡ് കംപ്ലീറ്റ് ആയിട്ട് സർക്കിളിന്റെ ഇൻസൈഡിലും ഓൺ ദ സർക്കിൾ അനാലിറ്റിക് ആണ്. 2 സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? 2πi into f of a ആണ്. ഇവിടെ 2πi into a ന്റെ പ്ലേസിൽ എഴുതിയിരിക്കുന്നത് 2 ആണ്. Therefore by Cauchy's integral formula, therefore by Cauchy's integral formula ഇതിന്റെ പേര് എന്താവും? 2πi into f of 2. 2πi into f of 2. f of z എന്താണ്? ഇതാണ്. ഇവിടെ എവിടെയൊക്കെ z വരുന്നു അവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi into f of 2 യുടെ വാല്യൂ e raised to 3 into 2. So e raised to 6. e raised to 6 divided by 2 minus 4. So minus 2 ആകും. 2 minus 2 ഉം പ്ലസ് 2 ഉം ക്യാൻസൽ ആവും. ഒരു ലൈനിലാണെങ്കിൽ that is 2πi into e raised to 6 by minus 2. ലാസ്റ്റ് ആൻസർ എന്തായിരിക്കും? മൈനസ് e pi I e raised to 6 minus pi I. ഈ 2 ക്യാൻസൽ ആണ്. മൈനസ് മുകളിൽ വരുമ്പോൾ pi I into e raised to 6 ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഒന്ന് മനസ്സിലായില്ലേ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്ക്. അവസാനം നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ആയി. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്തായിരിക്കും? മുകളിലിരിക്കുന്ന എഫ് ഓഫ് ഇസഡ് സർക്കിളിന്റെ ഇൻസൈഡും ഓൺ ദ സർക്കിളിലും അനാലിറ്റിക് ആയിരിക്കണം. അവിടെ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് ഉണ്ടെങ്കിൽ സർക്കിളിന്റെ ഇൻസൈഡ് ഇരിക്കാൻ പാടില്ല. സോ ഇവിടെ നമുക്ക് അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് 4 ഉണ്ട്, പക്ഷേ അത് സർക്കിളിന്റെ ഔട്ട് സൈഡ് ആയിരിക്കുന്നു. ഇത് നമ്മുടെ എഫ് ഓഫ് ഇസഡ്. അടുത്ത z-2 ആണെങ്കിൽ 2 സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും. സർക്കിൾ ഇൻസൈഡ് വരികയാണെങ്കിൽ നമുക്ക് എന്താണ്? z-2 dz എന്തായിരിക്കും? 2πi into f of 2 ആണ്. എഫ് ഓഫ് ഇസഡ് എന്ത് ചൂസ് ചെയ്തോ അവിടെ ഇസഡിന്റെ പ്ലേസിലൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് അതിനെ കിട്ടുന്ന ആൻസർ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിനക്ക് മനസ്സിലായ കാര്യം ഇതാണ്. നീ നിന്റെ മൈൻഡിൽ കോഷീസ് തിയറം എടുക്കുമ്പോൾ നിന്റെ മൈൻഡിൽ സാർ എല്ലാ പ്രോബ്ലത്തിലും സർക്കിളിന്റെ ഔട്ട് സൈഡ് ആയിരുന്നു, സർക്കിളിന്റെ ഒരു പോയിന്റ് ഇൻസൈഡ് ആയിരുന്നാൽ എന്തായിരിക്കും? അതിന്റെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Evaluate integral over c cos 2z divided by z square minus 4 into z plus 1 dz, where c is a circle modulus of z minus അല്ലെങ്കിൽ modulus of z plus 1 equal to 1. modulus of z plus 1 equal to 1. അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം. modulus of ഇത് എന്തായാലും ഇരിക്കട്ടെ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് ഐ എന്ന് എടുക്കാം. സോ അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് ഐ ഈക്വൽ ടു 1. ഓക്കെ, എങ്ങനെ എടുക്കാം? നമുക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ പ്രോബ്ലം വന്ന് നമുക്ക് ഇന്റഗ്രൽ ഓർ സി cos 2z dz where c is a circle, z square minus 4 into z plus I ആണ്. where c is a circle modulus of z plus I equal to 1. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്യാം. And a solution. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇൻ്റഗ്രൻഡിനെ എടുക്കുക. എന്താണ് ഇവിടെ? ദ ഇൻ്റഗ്രൻഡ് cos 2z divided by z square minus 4 into z plus I. ഇതിന് നമുക്ക് z square minus 4 വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഫാക്ടറൈസ് ചെയ്യണം. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോർമുല നിനക്കറിയാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഈക്വൽ എന്താവും? cos 2z divided by z plus 2 into z minus 2 into z plus I എന്നാവും. z plus I.
ഇസഡ് സ്ക്വയർ മൈനസ് 4 ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് ഐ എന്നെടുക്കാം. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകണം, നമുക്ക് ഇപ്പോൾ ഇവിടെ ക്ലിയർ എന്തൊക്കെ അനാലിറ്റിക് ഫെയിലർ എന്ന് പറയുന്നത് ഇസഡിന് പകരം കാസ് 2 ഇസഡ് കൊസൈൻ ടേം കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. ഇവിടെ പോളിനോമിയൽ ആകുമ്പോൾ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. സോ അപ്പോൾ ഡിഫൈൻഡ് ആകാത്ത പോയിന്റ് എന്താണ്, ഇസഡിന് പകരം -2 ഇട്ടാൽ ഡിനോമിനേറ്റർ 0 ആവും, ഇസഡിന് പകരം 2 ഇട്ടാൽ ഡിനോമിനേറ്റർ 0 ആവും, ഇസഡിന് പകരം -i ഇട്ടാലും ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ഇവിടെ അനാലിറ്റിക് ഫെയിലർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് അനാലിറ്റിക് അറ്റ് ആൾ points except at z equal to -2 അനാലിറ്റിക് അല്ല, 2 അനാലിറ്റിക് അല്ല, പിന്നെ -i അനാലിറ്റിക് അല്ല. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഇതിൽ ഏതൊക്കെ പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ഏതൊക്കെ പോയിന്റ് സർക്കിളിന്റെ ഔട്ട്സൈഡ് അത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ. സോ ഗിവൺ സർക്കിൾ ഇതാണ് മോഡുലസ് ഓഫ് z പ്ലസ് i ഈക്വൽ ടു 1. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് എടുത്ത് നമ്പർ 1 എന്താണ് ഫസ്റ്റ് പോയിന്റ്, z ഈക്വൽ ടു -2. അപ്പോൾ എന്താ വരും, z ഈക്വൽ ടു -2 ഇടുമ്പോൾ മോഡുലസ് ഓഫ് -2 പ്ലസ് i, മോഡുലസ് ഓഫ് -2 പ്ലസ് i ആകുമ്പോൾ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആകുമ്പോൾ -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐൻ്റെ കൂടെ ടൈം എന്താണ് ഇവിടെ 1 ആണ്. അപ്പോൾ എന്ത് വരും നിനക്ക്, റൂട്ട് ഓഫ് -2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4 പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. അപ്പോൾ √5 എന്ന് വരും. √5 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. എന്താണ്, √4യുടെ വാല്യൂ 2 ആണ്. 2-നെക്കാളും കൂടുതലാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, 1 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1. സോ ദെയർഫോർ എന്താണ്, ദെയർഫോർ -2 ലൈസ് ഔട്ട്സൈഡ്. ഓക്കെ. ആ പ്രോബ്ലം കൊണ്ട് ആ -2 കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പിന്നെ സെക്കൻഡ് പോയിന്റ് z ഈക്വൽ ടു 2 ഇടുമ്പോൾ നമുക്ക് എവിടെ എന്താ, ഇസഡിന്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, മോഡുലസ് ഓഫ് 2 പ്ലസ് i ഈക്വൽ ടു മോഡുലസ് ഓഫ് 2 പ്ലസ് i ആകുമ്പോൾ എന്താവും, സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് ഐൻ്റെ കൂടെ ടേം 1 ആണ്, 1 സ്ക്വയർ. സോ അതെന്താവും, 2 സ്ക്വയർ ആകുമ്പോൾ 4 പ്ലസ് 1 ആകുമ്പോൾ 5. സോ √5യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഷൻ വരാം, therefore 2 lies outside. അപ്പോൾ ഏത് പോയിന്റ് കൊണ്ട് പ്രശ്നമില്ല, -2 ഔട്ട്സൈഡ് ആണ്, 2 ഔട്ട്സൈഡ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് അടുത്ത പോയിന്റ് നമ്പർ 3 z ഈക്വൽ ടു -i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സർക്കിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് -i പ്ലസ് i, ഇസഡിന്റെ പ്ലേസിൽ നമുക്ക് i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും, മോഡുലസ് ഓഫ് -i പ്ലസ് i, മോഡുലസ് ഓഫ് -i പ്ലസ് i ആകുമ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ ഇതിന് കിട്ടുന്ന വാല്യൂ 0 ആണ്. സോ ഈക്വൽ ടു മോഡുലസ് ഓഫ് 0 ദാറ്റ് ഈസ് 0 and 0 ദാറ്റ്സ് ലെസ് ദാൻ 1. therefore -i ലൈസ് ഇൻസൈഡ് C. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റിൽ -2 സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണ്, 2 സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണ്, പക്ഷെ നമ്മുടെ -i സർക്കിളിൻ്റെ ഇൻസൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ടേം നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മുടെ f(z)ൽ സർക്കിളിൻ്റെ ഇൻസൈഡ് വരുന്ന അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റിൽ സർക്കിളിൻ്റെ ഇൻസൈഡ് വരുന്ന പോയിന്റ് നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം, z+2 എടുക്കാം, കാര്യം -2 സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണ്. പിന്നെ z-2 കൂടെ എടുക്കാം, കാര്യം എന്താണ്, 2 ലൈസ് ഔട്ട്സൈഡ് ആണ്. പക്ഷേ z+i എടുക്കാൻ പറ്റില്ല, കാര്യം -i സർക്കിളിൻ്റെ ഇൻസൈഡ് ആണ്. എങ്ങനെ ചൂസ് ചെയ്യുന്ന നോക്ക്. അപ്പോൾ നമ്മൾ എന്തെടുക്കാം, ടേക്ക് f(z) ഈസ് ഈക്വൽ ടു എന്താ എടുക്കാം, cos 2z ഡിവൈഡഡ് ബൈ z+2 ഇൻറ്റു z-2. So that is cos 2z divided by z square minus 4. So ഇങ്ങനെയാണ് നമ്മുടെ f(z) നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണ്, z+2 ഇൻറ്റു z-2 എടുക്കുമ്പോൾ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് -2ഉം 2ഉം ആണ്. സോ -2ഉം 2ഉം ആണെങ്കിൽ അത് എവിടെ ഇരിക്കുന്നത്, സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും. സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ട് പ്രശ്നങ്ങളില്ല. സോ നമുക്ക് ചൂസ് ചെയ്യുന്ന f(z) അനാലിറ്റിക് ഫെയിലർ ആകുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് സർക്കിളിൻ്റെ ഇൻസൈഡ് ഇരിക്കാൻ പാടില്ല, സർക്കിളിൻ്റെ ഔട്ട്സൈഡിൽ ഇരിക്കുന്ന രീതിയിലാണ് ചൂസ് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2ഉം -2ഉം സർക്കിളിൻ്റെ ഔട്ട്സൈഡിലായിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് അങ്ങനെ നമ്മുടെ f(z) നമുക്ക് ക്ലിയർ ആയി. ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ പോകാം. നമ്മുടെ പ്രോബ്ലം therefore
integral over c cos 2z divided by z square minus 4 into z plus I dz equal to എന്ത് ചെയ്യാൻ നമുക്ക് cos 2z into z square minus 4 ഇത്രയും ടേമിനെ നമുക്ക് എന്തായിട്ട് ചൂസ് ചെയ്ത് എഫ് ഓഫ് ഇസഡ് എന്ന് ആൾറെഡി ചൂസ് ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് പ്ലസ് ഐ ഡി ഇസഡ് എന്നാവും. ബാക്കി ഇസഡ് പ്ലസ് ഐ ഡി ഇസഡ്. ഇപ്പോൾ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നോക്ക്. ഈ എഫ് ഓഫ് ഇസഡ് കംപ്ലീറ്റ് ആയിട്ട് സർക്കിളിൻ്റെ ഇൻസൈഡും ഇൻസൈഡിലും ഓൺ ദ സർക്കിളിലും അനാലിറ്റിക് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അനാലിറ്റിക് ഫെയിലർ ആവുന്ന മൈനസ് ഐ ആണ്. മൈനസ് ഐ സർക്കിളിൻ്റെ ഇൻസൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2πi ഇൻറ്റു, ഇവിടെ മൈനസ് ആണെങ്കിൽ 2πi ഇൻറ്റു എഫ് ഓഫ് ഐ എന്ന് വരും. ഇവിടെ ഇസഡ് പ്ലസ് ഐ ആയിരിക്കും. ഓബിയസ്ലി നിനക്ക് അറിയാം 2πi ഇൻറ്റു എഫ് ഓഫ് മൈനസ് ഐ ആണ്. ഓക്കെ, ഇസഡ് പ്ലസ് ഇസഡ് മൈനസ് ഐ ആകുമ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് ഐ ആണ്. ഇസഡ് പ്ലസ് ഐ ആകുമ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് മൈനസ് ഐ ആണ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് മൈനസ് ഐ. എവിടെയൊക്കെ നമുക്ക് എഫ് ഓഫ് ഇസഡ് ചൂസ് ചെയ്തോ അവിടെയൊക്കെ ഇസഡിൻ്റെ പ്ലേസിൽ മൈനസ് ഐ ഇടുക. ദാറ്റ് ഈസ് 2πi ഇൻറ്റു, ഇവിടെ നമുക്ക് എന്താവും? കാസ് മൈനസ് 2i, നമുക്ക് ഐ ഇസഡിൻ്റെ പ്ലേസിൽ ഐ ആയിരുന്നേ, മൈനസ് 2i ഡിവൈഡഡ് ബൈ മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ മൈനസ് 4. ഓക്കെ, മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ നിനക്ക് എന്താവും? സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോകും. ബാക്കി എന്ത് വരും? ഐ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയറിൻ്റെ വലി -1 ആണ്. ഓക്കെ, കാസ് ഓഫ് മൈനസ് ഐയുടെ വലി നിനക്കറിയാം കാസ് എ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ജസ്റ്റ് ക്ലിയർ ആക്ക്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓരോ സ്റ്റെപ്പായിട്ട് നോക്ക്. ഞാനിപ്പോൾ ഇത്ര മായ്ക്കുകയാണ്. നോട്ട് എടുത്ത് ഒരു പ്രാവശ്യം സ്റ്റിൽ ചെയ്തിട്ട് നോട്ട് എടുക്കുക. ഓക്കെ, ഈക്വൽ ടു, പിന്നെ സിംപ്ലിഫൈ ആണ്, ഈക്വൽ ടു 2πi ഇൻറ്റു കാസ് മൈനസ് എ ഈക്വൽ ടു കാസ് എ. സോ കാസ് 2i ബൈ മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ എന്നാവും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1. ഇത് മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ ഐ സ്ക്വയർ എന്ന് കിട്ടും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? -1. സോ അങ്ങനെ -1 -4. സോ ഈക്വൽ ടു 2πi ഇൻറ്റു, നിനക്ക് ആൾറെഡി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാസ് ഓഫ് മൈനസ് ഐ എക്സ് ഈക്വൽ ടു എന്താണ്? കാസ് ഓഫ് ഐ എക്സ് ഈക്വൽ ടു കാസ് എച്ച് എക്സും സൈൻ ഓഫ് ഐ എക്സ് ഈക്വൽ ടു ഐ സൈൻ എച്ച് എക്സും. ജസ്റ്റ് മുമ്പ് നിങ്ങളെ ഡിഫറൻസിയേഷൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. സോ അപ്പോൾ ഇവിടെ കാസ് 2i വരുന്നത് എങ്ങനെ എടുക്കാം? ആവശ്യമാണെങ്കിൽ എടുക്കുക. കാസ് h2 cos ix, that is cos i2. cos i2 ആകുമ്പോൾ cos h2 divided by -5. The last conclusion എന്താ വരും? So that is equal to -2/5 pi into cos h2. ഈ cos h2 മാറ്റാതെ cos 2i ഇട്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. നമുക്ക് അറിയുന്ന റിസൾട്ട് ആണ്. cos ix ആകുമ്പോൾ cos hx ആണ്. sin ix ആകുമ്പോൾ i sin hx ആണ്. അപ്പോൾ നമുക്കിവിടെ cos 2i ആകുമ്പോൾ cos i2 ആണ്. i2 ആകുമ്പോൾ cos h2. സോ ആ വാല്യൂ എഴുതി -5 ആണ്. ഓക്കെ, സോ ഇത്രയും പ്രോബ്ലം ക്ലിയർ ആണ് നോക്കുക. ഓക്കെ, 2 ക്വസ്റ്റ്യനായി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഞാനിതിനെ സ്റ്റോപ്പ് ചെയ്യും. സോ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ ബാക്കി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലം ഇപ്പോൾ പഴയതിനെ പോലെ നോട്ട്സിൽ നിന്ന് നമുക്ക് നോട്ട്സ് തരുമ്പോൾ ഉണ്ടായിരിക്കും. അതിനെ ക്ലിയർ ആയിട്ട് നോക്കുക. ശരിയാ മക്കളെ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം അടുത്ത വീഡിയോ.